ഡോക്ടറെ ഒരു എൻക്വയറി ഉണ്ടായിരുന്നു. 8 വയസ്സുള്ള ഒരു കുട്ടിയുടെ പാരന്റ് ആണ്. അവരുടെ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചിലാണ് അണുബാധ വരുന്നു. അപ്പോൾ അത് ശ്വാസകോശത്തിന്റെ പ്രശ്നമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എക്സ്റേ എടുത്തു നോക്കി. പക്ഷെ ആ എക്സ്റേയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ആ എക്സ്റേ നോർമലാണ്. പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണമെന്നാണ് അവരുടെ സംശയം. ഇത് ഡയറക്റ്റ് ലങ്സിന്റെ പ്രശ്നമായിരിക്കാൻ ഇടയില്ല. ഒരിക്കൽ ഇൻഫെക്ഷൻ മാറി അത് വീണ്ടും വരുന്നുണ്ടെങ്കിൽ അത് അഡിനോയിഡൈറ്റിസ് മൂലമുള്ള സെക്കൻഡറി ഇൻഫെക്ഷൻ ആവാൻ സാധ്യതയുണ്ട്. അഡിനോയിഡൈറ്റിസിൽ വരുന്ന മൗത്ത് ബ്രീത്തിങ് കാരണം നമ്മൾ ശ്വസിക്കുന്ന വായു ഫിൽറ്റർ ചെയ്യപ്പെടുന്നില്ല. രോഗാണുക്കളും ഡസ്റ്റ് മൈറ്റ്സും നേരിട്ട് ശ്വാസകോശത്തിലേക്ക് എത്തും. ഇത് കുട്ടികളിൽ ബ്രോങ്കൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ആവർത്തിച്ച് വരാനുള്ള സാധ്യത കൂട്ടും. തുടർച്ചയായ അണുബാധ കുട്ടികളിലെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കും. ഇത് ഒരു സൈക്കിൾ പോലെ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ഈ സൈക്കിൾ ബ്രേക്ക് ചെയ്യാനായിട്ട് എന്താ ചെയ്യുക ഡോക്ടറെ? ഇൻഫെക്ഷൻ വരുമ്പോൾ അതിന്റെ മൂലകാരണം കണ്ടെത്തി ചികിത്സിക്കുക എന്നതാണ് പ്രധാനം. അഡിനോയിഡൈറ്റിസ് ചികിത്സിച്ച് ഭേദമാക്കിയാൽ ഇതുപോലെയുള്ള ചെസ്റ്റ് ഇൻഫെക്ഷൻ വീണ്ടും വീണ്ടും വരുന്നത് തടയാം. അഡിനോയിഡൈറ്റിസിന്റെ റൂട്ട് കോസ് കണ്ടെത്തി ആയുർവേദ ചികിത്സയിലൂടെ ഫലപ്രദമായി മാറ്റിയെടുക്കാൻ സാധിക്കും. ഹെർബലി ടച്ച് ആയുർവേദ ഹോസ്പിറ്റലിൽ അഡിനോയിഡൈറ്റിസിന് മികച്ച ചികിത്സകൾ ലഭ്യമാണല്ലോ. അവരോടൊരു കൺസൾട്ടേഷൻ എടുക്കാൻ പറയൂ. ശരി ഡോക്ടറെ, ഞാൻ അവരോട് വേഗം തന്നെ ഒരു അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാൻ പറയാം.